ഇനി പത്തനംതിട്ടയിലെ പൊതുചിത്രം കൂടി ഒന്ന് നോക്കാം. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. ആറന്മുള ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് വെള്ളക്കെട്ട്. മൂഴിയാർ ഡാമിലെ വെള്ളമാണ് ആറന്മുളയിലേക്ക് ഒഴുകിയെത്തുന്നത്. ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് മത്സ്യബന്ധന ബോട്ടുകളും എത്തിച്ചാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ആറന്മുളയിൽ നിന്നും മനോജ് ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങൾ നൽകുവാനായി. മനോജ്, എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത് ഈ മേഖലകളിലെ ആൾക്കാരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുന്ന പ്രവൃത്തികളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് അവിടെ നിന്ന് നൽകാനാവുന്ന ഏറ്റവും പുതിയ വിവരം? ആറന്മുളയിൽ ഇപ്പോഴും വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ആറന്മുള പരിയാരം റോഡിന് സമീപമാണ്. ഈ സ്ഥലത്ത് ഇപ്പോൾ ഈ ആഹാര പദാർത്ഥങ്ങളുമായി വീടുകളിലേക്ക് പോവുകയാണ് ഇവിടെയുള്ള രക്ഷാപ്രവർത്തകരൊക്കെയും. ചേട്ടാ, ഇത് ഏത് ഭാഗത്തോട്ടാണ് പോകുന്നത്? ഇത് കണ്ണങ്ങാട്ട്. ഒരുപാട് വീടുകളുണ്ട്. പിന്നെ അവിടെ കുറേ വീടുകളുണ്ട്, 40 വീടുണ്ട്. പക്ഷെ അവര് കുറച്ച് പേര് മാത്രമല്ലേ മാറിയിട്ടുള്ളൂ. അവിടേക്ക് എത്തിക്കുകയാണ്. അവിടെ എത്തിക്കുക. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ആഹാര സാധനങ്ങളുമായി ആ മേഖലയിലേക്ക് പോകുന്നവരാണ്. ഏറെക്കാലമായി തന്നെ ഇവിടെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്ന, അതായത് 2018 പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഈ കഴിഞ്ഞ ഒരു പ്രളയകാലം, അത് ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഇങ്ങനെ വെള്ളം കയറുമ്പോൾ, അതിൻ്റെ കൂടുതലായിട്ട് ഇങ്ങനെ കയറുമ്പോൾ ആ ഒരു ഭീതി ഉണ്ടല്ലോ. ഭീതിയുണ്ട്. നമ്മളിനിയും 2018 വെള്ളപ്പൊക്കം പോലെ ഇനി ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ല. അത് നമുക്ക് എല്ലാ വർഷവും മിക്കവാറും ഉണ്ടാകുന്നതാണ്. അത് ചിലപ്പം 1-2 വർഷം കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇത്രയും വെള്ളം കൂടുന്നത്. കുറേ പേരെ കരയിലേക്ക് എത്തിച്ചു. ഒത്തിരി പേരെയും കരയിൽ എത്തിച്ചു. പിന്നെ ഇവിടെ മിനിഞ്ഞാന്നാണെങ്കിൽ രാത്രി 2:30-ക്ക് ഒരാൾ ഇവിടെ മരിച്ചായിരുന്നു. അത് വള്ളവും ചെല്ലാത്ത, വണ്ടി ചെല്ലാത്ത സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആംബുലൻസ് വരുത്തി ഇവിടെ ഈ പരിമുട്ടുമടിക്കൽ ഇട്ടിട്ട് സ്കെച്ചർ എടുത്ത് ഈ കൊച്ചുവള്ളത്തിലാണ് ഞങ്ങൾ ബോഡി എടുത്തുകൊണ്ട് ഇവിടെ വന്നത്. ആംബുലൻസിൽ കയറ്റി വിട്ടു. ഈ വെള്ളം എവിടെയും പോവും, ഇതെവിടെയും പോവും. ഈ വെള്ളമാണ്. ഇതല്ല രക്ഷാപ്രവർത്തനമൊക്കെ ഇഷ്ടം പോലെ നടത്തിയിട്ടുള്ളതാണ്. ഇത് അങ്ങനെയാണ്. അതായത് എല്ലാ ഭാഗത്തേക്കും പോകാൻ കണക്കിലുള്ള ചെറുവള്ളങ്ങളും അതോടൊപ്പം തന്നെ കൊല്ലത്ത് നിന്ന് അടക്കം വന്ന മത്സ്യത്തൊഴിലാളികളും ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ കൊല്ലത്തുനിന്ന് വന്ന വള്ളമൊന്നും നമ്മൾ ഈ വള്ളം പോകുന്നവർ ചെല്ലത്തില്ല. എന്തായാലും എല്ലാ ഭാഗത്തേക്കും രക്ഷാപ്രവർത്തനം അങ്ങനെ വ്യാപിപ്പിക്കുകയാണ്. കുറേയധികം പേർ ഇനിയും സ്വന്തം വീടുകളിൽ തന്നെയുണ്ട്. അതിന് ചുറ്റും വെള്ളമാണ്. അപ്പോൾ അവർക്ക് ആഹാര പദാർത്ഥങ്ങളൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ ആഹാര പദാർത്ഥങ്ങളുമായി രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനിയും ഏറെ ഇടങ്ങളിൽ ആളുകളുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് വരെ വിശ്രമമില്ലാത്ത ഒരു പ്രവർത്തനമാണ് ഇവിടെ തുടർന്ന് വരുന്നത്. ഇപ്പോൾ നമുക്ക് ആ ബോർഡ് കാണാൻ സാധിക്കും. ആറന്മുള പരിയാരം റോഡാണ്. അതായത് ഈ ക്ഷേത്രത്തിന് മറുവശത്തുള്ള ഒരു റോഡാണിത്. ഈ റോഡ് മുഴുവൻ വെള്ളമാണ്. വീടുകളിലൊക്കെ വെള്ളം കയറി വലിയ ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ ആറന്മുള എന്ന് പറയുന്നത്. കാരണം കൂടുതൽ വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. കൂടുതൽ ഒഴുകിയെത്തുന്ന വെള്ളമെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ആറന്മുളയിലെ ഒരു ഭാഗത്ത് വന്നിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഇന്ന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം നമ്മളിങ്ങനെ പുറകോട്ട് പോകുന്തോറും ഇതിൻ്റെ ആഴം ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഈ മത്സ്യബന്ധന ബോട്ടുകളിലോ അല്ലെങ്കിൽ ചെറുവള്ളങ്ങളിലോ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതൊരു റോഡാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു പുഴയായി ഇങ്ങനെ ഒഴുകുകയാണ്. ഇങ്ങനെ പോകുന്ന ഈ വെള്ളം വീടുകളിലേക്ക് അടക്കം എത്തുന്നു. ഈ വീടുകളിൽ ഉണ്ടായിരുന്നവരെയൊക്കെ കുറേ പേരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഉള്ളിലോട്ട് പോകും തോറും, അതായത് ഈ റോഡിങ്ങനെ ഉള്ളിലോട്ട് പോകുന്നതിന് അനുസരിച്ചുള്ള വീടുകൾ അവിടെയൊക്കെ വെള്ളം കൊണ്ട് മുങ്ങിയിരിക്കുന്നു. അങ്ങനെ പലരെയും മാറ്റുന്നു. പലർക്കും സ്വന്തം വീട് വിട്ട് പോകാനുള്ള ഒരു വിഷമമുണ്ട്. എന്നാൽ പോലും അവരോടൊക്കെ കൃത്യമായും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അവിടെ നിന്നും ഈ മത്സ്യബന്ധന ബോട്ടുകളിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ ഭാഗത്ത് മാത്രമല്ല, ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മറുഭാഗങ്ങളിലുമൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ്. ഇനിയും ആശങ്ക പടരുന്നതെന്ന് പറയുന്നത് മഴ നിന്നില്ലെങ്കിൽ, അതോടൊപ്പം തന്നെ ഈ ഡാം തുറക്കുന്നതിനനുസരിച്ച് ഡാമിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. രാവിലത്തെ പോലെയല്ല, ഇപ്പോൾ അതിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. അതായത് ഇവിടെ ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. ഈ റോഡിലൂടെയൊന്നും ഇപ്പോൾ വാഹനങ്ങൾ അങ്ങനെ അധികമായി കടത്തി വിടുന്നില്ല. അത്യാവശ്യം രക്ഷാപ്രവർത്തനത്തിനുള്ള, അതോടൊപ്പം തന്നെ ആഹാര പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങളൊക്കെ മാത്രമേ ഈ ഭാഗത്തൂടെ കടത്തി വിടുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഈ വള്ളങ്ങളും അതോടൊപ്പം ചെറിയ ഇത്തരത്തിലുള്ള വള്ളങ്ങളും മാത്രമേ ഇതുവഴി പോകുന്നുള്ളൂ. ആളുകളൊക്കെ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇവർക്ക് ഇത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുണ്ട്. ഈ ഭാഗത്തേക്കൊന്നും നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങോട്ട് മൊത്തം വെള്ളമാണ്. ഒരു നില മൊത്തം മുങ്ങിക്കിടക്കുക. ഞങ്ങൾ ആൾക്കാരെ മൊത്തം രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നത്. കാരണം ഒരു നില മൊത്തം മുങ്ങിക്കിടക്കുകയാണ്. ഇതിൻ്റെ മേളത്തെ നില കുറേ ആൾക്കാരുണ്ട്, കുറേ വീടുകളിലായിട്ട്. അവർ വരത്തില്ല.
അവർ ഞങ്ങളെ MLA യുടെ നേതൃത്വത്തിൽ വീട്ടിൽ ചെന്ന് ഞങ്ങൾ കാല് പിടിച്ച് വെള്ളത്തെ എന്ന് പറഞ്ഞിട്ടും അവർ വരത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ എല്ലാം പക്ഷിമൃഗാദികളെയും ആടിനെയും കോഴിയും എല്ലാം ഞങ്ങൾ കൊണ്ടും ആക്കിയിട്ടുണ്ട്. ബാക്കി ആൾക്കാരുടെ മണ്ട നിൽക്കുകയാണ്. തീർച്ചയായും സ്വന്തം വീട്ടിൽ നിന്നും വരാൻ മടി കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ ആശ്രയം പ്രാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ, അതായത് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇങ്ങനെ തുടർന്നാൽ, വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന കാര്യം ബുദ്ധിമുട്ടിലാകുമെന്നുള്ളതാണ് ഇവരൊക്കെ നേരത്തെ പറഞ്ഞത്. എന്തായാലും ഈ റോഡിലേക്ക് എത്തുമ്പോൾ, അതായത് ഈ റോഡിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ പോകുന്നുണ്ട്. രാവിലെ ഇത്രയധികം വെള്ളം ഇവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ കൂടുന്നത്. ഈ റോഡിലൂടെ പോകുന്നത് ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലെ ഭാഗത്തേക്കാണ്. അതോടൊപ്പം തന്നെ മറുഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. 2018 പ്രളയകാലം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് സമാനമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത്രയധികം വെള്ളമാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, ഇനിയും ഇങ്ങനെ തന്നെ തുടർന്നു കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ആശങ്ക ഉളവാക്കുന്നതാണ് എന്ന കാര്യം ഇവരെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ സമയം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് സ്ത്രീകളടക്കമുള്ളവർ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെറുവള്ളങ്ങളിൽ കയറി അവരെ പലയിടങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അവരുടെയൊക്കെ വീടുകൾ അങ്ങോട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീടുകളിലേക്ക് ആഹാര പദാർത്ഥങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വള്ളങ്ങളൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും ഇനിയും ഇങ്ങനെ ഈ രക്ഷാപ്രവർത്തനം മണിക്കൂറുകളോളം തുടരേണ്ടതുണ്ട് എന്നാണ്. എങ്ങോട്ടാണ് ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇവർ രണ്ട് പഞ്ചായത്ത് മെമ്പർമാരാണ്. അവർ ആദ്യമായിട്ട് വന്ന് കണ്ടതാണ്. തീർച്ചയായും ജനപ്രതിനിധികളടക്കമുള്ളവർ ഈ വെള്ളത്തിലാണ് ഇപ്പോൾ ഈ വീടുകളിലേക്ക് പോകുന്നത്. അവിടെ വീടുകളിലൊക്കെ ഒരുപാട് ആളുകളുണ്ടല്ലേ, അപ്പോൾ അവരെ കാണാൻ വേണ്ടി? അതെ അതെ അതെ, അവിടെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ വെള്ളത്തിലാണ് അവരങ്ങനെ പോകുന്നത്. അങ്ങോട്ടേക്ക് പോകുന്തോറും കൂടുതലായും ഒഴുക്കുണ്ട്. അതോടൊപ്പം തന്നെ വലിയ ആഴമുണ്ട്. എന്തായാലും അവരൊക്കെ ഈ വെള്ളത്തിൽ കയറി ആ വീടുകളിൽ ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട. അതായത് കുറേയധികം വീടുകളിൽ നിന്ന് ആളുകളൊന്നും വരുന്നില്ല. അപ്പോൾ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. അതെ, അവരെ മനസ്സിലാക്കി കൂടെ കൊണ്ടുവരാൻ വേണ്ടിയാണ്, സേഫാക്കി. അപ്പോൾ അവരോട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ജനപ്രതിനിധികളടക്കമുള്ളവർ അങ്ങോട്ടേക്ക് പോകുന്നത്. കാരണം നേരത്തെ പറഞ്ഞിരുന്നു, മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിട്ട് ഈ വെള്ളത്തിലേക്ക് കയറാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ വെള്ളത്തിലേക്ക് കയറ്റി കൊണ്ടുവരുവാനുള്ള ഒരു സംവിധാനം ചെയ്യുമെന്നുള്ളതാണ് ഇവിടെയുള്ള വാർഡ് മെമ്പർമാരടക്കം പറയുന്നത്. അതേസമയം തന്നെ NDRFൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സംഘം വിവിധ ഇടങ്ങളിലായി ഉണ്ട്. ഇതിനുള്ളിലേക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലേക്കൊക്കെ കടന്നു ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളും ഒരുപാട് പേര് ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. ശരി മനോജ്, എന്തായാലും കൊല്ലത്ത് നിന്ന് മത്സ്യബന്ധന ബോട്ടുകളും എത്തിച്ചാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. മനോജാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.